ഞാൻ 3 പേരും തുടങ്ങിയ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവും. സഹകരിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ ഇതാ പീച്ചി ഡാമിൻ്റെ എൻട്രിയിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മുന്നറിയിപ്പൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ മാലിന്യം വലിച്ചെറിഞ്ഞതിന് 5000 രൂപ പിഴയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുന്നോട്ട് പോകാം. വാഹനങ്ങളൊന്നും കടത്തി വിടില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉദ്യോഗസ്ഥരായ ആൾക്കാരുടെ വാഹനങ്ങൾ മാത്രമാണ് ഒന്ന് പോവുക. ഞങ്ങളങ്ങനെ പോവുകയാണ്. ഇനി ഡാമിൽ വെള്ളത്തിൻ്റെ ഒരു ഇത് നോക്കിക്കേ. കൂടിയിരിക്കുകയാണ് വെള്ളം. മുന്നോട്ട് പോവാം, കാണാം കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ ഷട്ടറിൻ്റെ അവിടേക്ക് എത്തി തുടങ്ങി. ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇത് ഡാമിൻ്റെ സ്പിൽവേ പോകുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ്. കുറേ കാണാനുണ്ട്. ഇത് വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുള്ള ഭാഗമാണ്. ഇതിൻ്റെ അറ്റെവിടെയാന്ന് ഇവിടെ ഉള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് പോവാണ്. ഇവിടെ പാർക്കുണ്ട്, പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. വന്നു കഴിഞ്ഞാൽ സമയം പോണതറിയില്ല ഒന്നാമത്. അങ്ങനെ ഷട്ടർ തുറക്കണ ഭാഗത്തേക്കാണ്. ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി കാണാനുണ്ട്. കാണാനില്ലാതും ഉണ്ട്, ഇവിടെ കുറേ കാണാനുണ്ട്. അങ്ങനെ കുറേ ഇറങ്ങാനുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇറങ്ങി തന്നെ എത്തണം. ഈ ഇറങ്ങി എത്തുന്നത് പാർക്കും കൂടി ചേർന്നിട്ടുള്ള ഭാഗമാണ്. പക്ഷെ ഇപ്പോൾ ഷട്ടറൊന്നും തുറന്നിട്ട് വെള്ളമൊന്നും പോണില്ല, അത് വേറെ കാര്യം. ഇങ്ങോട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട്, പക്ഷേ കാട് മൂടിയിട്ട് കയറുക. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് തിരിയാം. അങ്ങനെ ശാന്തസുന്ദരമായൊരു വിശ്രമിക്കാൻ പറ്റിയ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് എത്തി. എൻ്റെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ പോയോണ്ടിരിക്കാം. നമ്മൾ ഡാമിൻ്റെ അവിടുത്തെ പവലിയനിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, നമുക്ക് കാണാം പോകുന്ന വഴിക്ക്. അങ്ങനെ ഞങ്ങൾ നടന്ന് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറാൻ മടിയായിട്ടാണ് ഇപ്പോൾ ഈ കയറ്റം കയറേണ്ട ഗതികേട് വന്നേ. ഊഞ്ഞാലാടെ ഉദ്ദേശം ഉണ്ടോ? പക്ഷേ ഈ മരം അത്ര വലിയ ഇതില്ല കേട്ടോ. ആടുമ്പോൾ ആലോചിച്ചടിക്കും. വീണ് കഴിഞ്ഞ നാണം കേട്ട് ഇത്ര ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ കുട്ടവഞ്ചി സവാരിയുടെ പാതയിലൂടെ നീക്കുക. ഒരുപാട് പോവാണ്ട്. നമ്മൾ എത്രാമത്തെ പ്രാവശ്യം ഡാമിൽ കയറുന്നത്?